ഹായ് എവ്രിവൺ, ലേൺ സിമാറ്റിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ കോഴ്സിലെ സിലബസിൽ വരുന്ന കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് ബയോമോളിക്യൂൾസ്. അതിൽ വരുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. Optically active polyhydroxyaldehydes or ketones or compounds which produce such units on hydrolysis. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. അതേപോലെ കാർബോഹൈഡ്രേറ്റ്സിൽ ഒന്നിലധികം OH ഗ്രൂപ്പ് കാണാൻ സാധിക്കും. അതാണ് പോളിഹൈഡ്രോക്സി. അതേപോലെ അവർക്ക് ആൽഡിഹൈഡോ കീറ്റോണോ ഗ്രൂപ്പുകളും കൂടെ ഉണ്ടായിരിക്കും. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള കോമ്പൗണ്ടുകൾ തരും. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കാം. അപ്പൊ ഈ വാക്ക് ഓർത്തു വെക്കുക, പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. ഒന്നിലധികം OH ഗ്രൂപ്പുകൾ അടങ്ങുന്ന ആൽഡിഹൈഡോ കീറ്റോണോ ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ സാക്കറൈഡ്സ് എന്നും വിളിക്കാറുണ്ട്. സാക്കറം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഷുഗർ എന്നാണ്. കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രൊഡക്ട്സിന്റെ അടിസ്ഥാനത്തിൽ കാർബോഹൈഡ്രേറ്റ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: മോണോസാക്കറൈഡ്സ്, ഒളിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട്, മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്, വൺ എന്നർത്ഥം. അപ്പം മോണോസാക്കറൈഡിനെ നമുക്ക് ഫർദർ ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് മോണോസാക്കറൈഡ്സ്. എ കാർബോഹൈഡ്രേറ്റ് ദാറ്റ് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ്. ഓക്കെ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് ഒളിഗോസാക്കറൈഡ്സ്. ഒളിഗോ എന്ന് പറഞ്ഞാൽ 2 മുതൽ 10 വരെ മോണോസാക്കറൈഡ് ഹൈഡ്രോളിസിന്റെ ഫലമായിട്ട് കിട്ടുന്നതാണ് ഒളിഗോസാക്കറൈഡ്സ്. ഓക്കെ, 2 to 10 മോണോസാക്കറൈഡ്. ഈ കാർബോഹൈഡ്രേറ്റ്സിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഒന്നിലധികം യൂണിറ്റ്സ് കിട്ടും. അപ്പൊ ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ മോണോസാക്കറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ മോണോസാക്കറൈഡുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു കാർബോഹൈഡ്രേറ്റ് അഥവാ പോളിസാക്കറൈഡ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. സൂക്രോസ്, മാൾട്ടോസ് ഒക്കെ ഒളിഗോസാക്കറൈഡ്സ് ആണ്. ഈ ഒളിഗോസാക്കറൈഡിൽ തന്നെ വരുന്നതാണ് ഡൈസാക്കറൈഡ്, ട്രൈസാക്കറൈഡ് എന്നൊക്കെ പറയുന്നത്. അതായത് ഡൈ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ 2 യൂണിറ്റ് തരും, ട്രൈ എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ്, അങ്ങനെ. ഓക്കെ, ഇനി വരുന്നത് പോളിസാക്കറൈഡ്സ്. പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ ഹൈഡ്രോളൈസിസ് ചെയ്യുമ്പോൾ ഒരുപാട് മോണോസാക്കറൈഡുകൾ, ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡുകൾ തരുന്നതാണ് പോളിസാക്കറൈഡ്സ്. എക്സാമ്പിൾ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഗം. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. മോണോസാക്കറൈഡ്, ഒളിഗോ, പോളിക്ക് എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് മോണോസാക്കറൈഡിൽ വരുന്ന ഗ്ലൂക്കോസിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല C6H12O6 ആണ്. അതേപോലെ ഗ്ലൂക്കോസിനെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, CHO4 ടൈംസ് CH2OH. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ളത് ഒരു തിയറി പോലെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ നമുക്ക് ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് 2 രീതിയിലാണ്. ഒന്ന് സൂക്രോസിൽ നിന്നും. സൂക്രോസിനെ നമ്മൾ കെയിൻ ഷുഗർ എന്ന് വിളിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കാം. സൂക്രോസിനെ കെയിൻ ഷുഗർ എന്നും വിളിക്കാറുണ്ട്. അതേപോലെ സൂക്രോസിന്റെ മറ്റൊരു പേരാണ് ഇൻവേർട്ട് ഷുഗർ. കേട്ടോ, ഓർത്ത് വെക്കുക. ഇൻവേർട്ട് ഷുഗർ, കെയിൻ ഷുഗർ എന്നൊക്കെ പറഞ്ഞാല് സൂക്രോസ് ആണ്. ഓക്കെ, അപ്പൊ സൂക്രോസിനെ ഹൈഡ്രോളൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. ഓർത്തു വെക്കുക, സൂക്രോസ് ഒരു ഡൈസാക്കറൈഡ് ആണ്. മീൻസ് സൂക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ 2 മോണോസാക്കറൈഡ്സ് കിട്ടും, ഒന്ന് ഗ്ലൂക്കോസും ഒന്ന് ഫ്രക്ടോസും. അതുകൊണ്ട് സൂക്രോസ് ഒരു ഡൈസാക്കറൈഡ് ആണ്. കിട്ടുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ്. ഓർത്തു വെക്കുക. അപ്പോൾ സൂക്രോസിൽ നിന്ന് ഹൈഡ്രോളിസിസ് വഴി നമുക്ക് ഗ്ലൂക്കോസിനെ കിട്ടും. അതൊരു ലബോറട്ടറി ടെക്നിക് ആണ്. ഇനി കൊമേഴ്ഷ്യൽ ആയിട്ട് സ്റ്റാർച്ചിൽ നിന്നുമാണ് ഗ്ലൂക്കോസ്
പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർച്ച് ആയാലും സെല്ലുലോസ് ആയാലും മോണോസാക്കറൈഡ് ഗ്ലൂക്കോസ് ആണ് കേട്ടോ, ഓർത്തു വെക്കാം. അതേപോലെ സ്റ്റാർച്ചിനെ ഹൈഡ്രോളിസിസ് നടത്തിയാലും ഗ്ലൂക്കോസ് കിട്ടുന്നു. ഈ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ആസിഡിന്റെ പ്രസൻസിൽ 393 കെൽവിൻ 2 to 3 atm പ്രഷറിൽ സ്റ്റാർച്ചിന് ഹൈഡ്രോളിസിസ് സംഭവിച്ചിട്ട് എന്ത് കിട്ടുന്നു? ഗ്ലൂക്കോസ് കിട്ടുന്നു. അപ്പൊ ഈ രണ്ട് മെത്തേഡ് വഴി നമുക്ക് ഗ്ലൂക്കോസിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഗ്ലൂക്കോസിന്റെ ഫോർമുല ഒക്കെ ഓർത്തു വെക്കാം. അടുത്ത നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, സ്ട്രക്ചറിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത് എന്ന് നോക്കാം. ഓക്കെ, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 6 കാർബൺ അടങ്ങുന്ന ഒരു ആൽഡോ ഹെക്സോസ് ആണ്. നോട്ട് ചെയ്ത് വെക്കാം. ഗ്ലൂക്കോസ് ഈസ് എൻ ആൽഡോ ഹെക്സോസ്. അതേപോലെ ഗ്ലൂക്കോസിനെ നമ്മൾ ഡെക്സ്ട്രോസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആൽഡോ ഹെക്സോസ് ആണ്, ഡെക്സ്ട്രോസുമാണ് ആര്? ഗ്ലൂക്കോസ്. ഓക്കെ, ഇനി ആദ്യത്തെ റിയാക്ഷൻ HI ഹൈഡ്രജൻ അയോഡൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നോർമൽ ഹെക്സെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിയാക്ഷനിൽ നിന്നാണ് മനസ്സിലായത് എന്താണ്? കാർബൺസ്, അതായത് ഗ്ലൂക്കോസിലുള്ള 6 കാർബൺസും സ്ട്രെയിറ്റ് ചെയിൻ ആണെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റിയാക്ഷനിൽ ഹെക്സെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ റിയാക്ഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താ? ഗ്ലൂക്കോസിൽ HI ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹെക്സെയിൻ കിട്ടും. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഗ്ലൂക്കോസിലെ 6 കാർബണും സ്ട്രെയിറ്റ് ചെയിനിലാണെന്ന് മനസ്സിലായി കേട്ടോ. ഇനി അടുത്തത്, ഗ്ലൂക്കോസിൽ ഒരു കാർബണിൽ ഗ്രൂപ്പ്, അതായത് C ഡബിൾ ബോണ്ടോ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അതായത് നമുക്ക് രണ്ട് റിയാക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് HCl ഹൈഡ്രജൻ സയനൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ, രണ്ട് NH2OH ആയിട്ടുള്ള റിയാക്ഷൻ. ഇത് ഹൈഡ്രോക്സിലമീൻ ആണ് കേട്ടോ, NH2OH. അപ്പൊ സാധാരണ ഗതിയിൽ കാർബണിൽ ഗ്രൂപ്പ് തരുന്ന ഒരു റിയാക്ഷൻ ആണ്. ഹൈഡ്രോക്സിലമീൻ ആയിട്ട് ഓക്സിൻ ഫോം ചെയ്യും. അതേപോലെ HCN ആയിട്ട് സയനോഹൈഡ്രിൻ. ഈ CNും OHും ഒന്നിച്ചു വരുന്നതിനെ പറയുന്നതാണ് സയനോഹൈഡ്രിൻ. ഓക്കെ, ഇത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഇത്രയും പഠിക്കുക. എന്താ? ഹൈഡ്രോക്സിലമീന്റെ കൂടെ ഓക്സിമും സയനോഹൈഡ്രിൻ തരും HCNന്റെ കൂടെ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഗ്ലൂക്കോസിൽ ഉള്ളത് ഒരു കാർബണിൽ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അതാണ് രണ്ടാമത്തെ റിയാക്ഷൻ. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ വരുന്നത് ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടും. അതിന്റെ അർത്ഥം അവിടെ അടങ്ങിയിരിക്കുന്ന കാർബണിൽ ഗ്രൂപ്പ്, അതായത് C ഡബിൾ ബോണ്ടോ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെന്നാണ്. ഓക്കെ, കാരണം ആൽഡിഹൈഡ്സ് ആണ് ഈ ഒരു റിയാക്ഷൻ തരുന്നത്. ഓക്കെ, നാലാമത്തെ റിയാക്ഷൻ അസെറ്റിക് എൻഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. അതായത് ഈ ഗ്ലൂക്കോസിലുള്ള 5 OH ഗ്രൂപ്പും വേറെ വേറെ കാർബണിനെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 5 OH ഗ്രൂപ്പ്സ് അറ്റാച്ച് ടു ഡിഫറെന്റ് കാർബൺ ആറ്റംസ്. അത് അതിൽ നിന്ന് മനസ്സിലായി. ഓക്കെ, അതായത് ഓരോ റിയാക്ഷനും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിനെ പറ്റി ഒരു ഐഡിയ കിട്ടാം. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ എന്ന് മനസ്സിലായി 6 കാർബണും ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണെന്ന്. പിന്നെ കാർബണിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി, അത് ആൽഡിഹൈഡ് ആണെന്ന് മനസ്സിലായി. ഇനി OH ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി, അത് പക്ഷെ വേറെ വേറെ കാർബൺമയാണ്. എല്ലാ OHും ഡിഫറെന്റ് കാർബൺസ്മയാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായത് ഓക്സിഡേഷൻ വഴി. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ ഗ്ലൂക്കോസിന് ഓക്സിഡേഷൻ നടത്തുമ്പോൾ സാക്കറിക് ആസിഡ്, അതേപോലെ ഗ്ലൂക്കോണിക് ആസിഡ് നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഗ്ലൂക്കോണിക് ആസിഡിന് ഓക്സിഡേഷൻ നടത്തുമ്പോഴും സാക്കറിക് ആസിഡ്. അപ്പോൾ ഇത് OH പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് തരുന്ന ഒരു ടെസ്റ്റ് ആണ്, ഒരു റിയാക്ഷൻ ആണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് കിട്ടുന്നത് മനസ്സിലായി. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ പഠിക്കാം? ഓക്സിഡേഷൻ നടക്കുമ്പോൾ സാക്കറിക് ആസിഡ് കിട്ടുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത്? പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കാരണം കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഭാഗമാണത് സിലബസിൽ കേട്ടോ. ബയോമോളിക്യൂൾസിൽ നിന്ന് വെയിറ്റേജ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. റിയാക്ഷൻ ഒന്നും എഴുതി പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഓരോ റിയാക്ഷനിൽ നിന്ന് എന്ത് കൺക്ലൂഷനിൽ എത്തി എന്നുള്ളത് നമ്മൾ കാണാതെ പഠിക്കുക. അതിപ്പോൾ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടി, അപ്പോൾ അത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്
കേട്ടോ. അപ്പൊ ഇത്രയും റിയാക്ഷന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ എത്തിയത്. ഓക്കെ, ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഗ്ലൂക്കോസിന് രണ്ട് ക്രിസ്റ്റലൈൻ ഫോംസ് ഉണ്ട് കേട്ടോ. ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്. ഓർത്തു വെക്കാം, ആൽഫ ഗ്ലൂക്കോസും ഉണ്ട്, ബീറ്റ ഗ്ലൂക്കോസും ഉണ്ട്. ഓക്കെ, ആൽഫ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ഗ്ലൂക്കോസ് സൊല്യൂഷനിൽ നിന്ന് 303 കെൽവിനിൽ ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കുന്നതാണ് ആൽഫ. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 419 കെൽവിൻ. ബീറ്റ എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് സാച്ചുറേറ്റഡ് അക്വസ് സൊല്യൂഷനിൽ നിന്ന് 371 കെൽവിനിൽ ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ക്രിസ്റ്റലൈൻ ഫോമുകൾ കേട്ടോ. ഗ്ലൂക്കോസിന് രണ്ട് ഫോം ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, ഇനി ഗ്ലൂക്കോസിന്റെ നമ്മൾ ചില റിയാക്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസിനകത്തുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ്, അതായത് CHO ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുള്ളതായിട്ടല്ല കാണുന്നത്, അതൊരു സൈക്ലിക് ഫോമിലാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂക്കോസിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് CHO ആയിട്ട് നിൽക്കുന്നതല്ല, അത് ഒരു OHുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സൈക്കിൾ ഫോം ചെയ്യും. ഇതിന് നമ്മൾ ഹെമി അസെറ്റാൽ എന്നാണ് പറയുക. അപ്പോൾ ഹെമി അസെറ്റാൽ ഫോർമേഷനിലാണ് ശരിക്കും ഗ്ലൂക്കോസിനകത്ത് ആ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇരിക്കുന്നത്. കണ്ടോ, ഇവിടത്തെ CHOയും ഇവിടത്തെ OHും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സൈക്ലിക് ഫോർമാറ്റിലാണ് ഗ്ലൂക്കോസ് ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് പൈറാൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇതാണ് പൈറാന്റെ സ്ട്രക്ചർ. പൈറാന്റെ സ്ട്രക്ചറിനോട് സാമ്യതയുള്ള ഒരു സ്ട്രക്ചർ പോലെയും ഗ്ലൂക്കോസിനെ വേറെ രീതിയിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ പൈറാന്റെ സ്ട്രക്ചറിനോട് സാമ്യതയുള്ള ഈ ഒരു തരത്തിലുള്ള സ്ട്രക്ചറിന് നമ്മൾ പൈറാനോ സ്ട്രക്ചർ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ വരയ്ക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ രണ്ട് ഫോം ഉണ്ട്. ഓക്കെ, അതേപോലെ CHO ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ടല്ല നിൽക്കുന്നത്, OHുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു സൈക്കിള് പോലെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇതിനെ നമ്മൾ ഹെമി അസെറ്റാൽ ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഹെമി അസെറ്റാൽ ഫോം. ഓക്കെ, ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. ഈ ആൽഫയും ബീറ്റയും ഗ്ലൂക്കോസിനെ നമ്മൾ ആനോമേഴ്സ് എന്നാണ് പറയാ. ഓക്കെ, അവർ ഐസോമേഴ്സ് ആണ്. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, ഒരു കാർബണിലെ ഹൈഡ്രോക്സൈൽ, അതായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഈ ഒരു കാർബണിലേക്കാണ് HOH, ഇവിടത്തെ ആണെങ്കിൽ OHH. ഈ ഒരു ചെറിയ ഡിഫറൻസേ ഇവർ തമ്മിലുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആനോമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരൊറ്റ കാർബണിൽ മാത്രം വ്യത്യാസമുള്ള ഐസോമേഴ്സ്, അതാണ് ആനോമേഴ്സ്. അപ്പൊ അതും കൂടെ നമുക്ക് ഓർത്തു വെക്കാം. ഗ്ലൂക്കോസിന്റെ രണ്ട് സ്ട്രക്ചേഴ്സ് ആൽഫയും ബീറ്റയും ആനോമേഴ്സ് ആണ്. ഫസ്റ്റ് കാർബണിലുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേപോലെ അവർ ഹെമി അസെറ്റാൽ ആയിട്ടാണ് നിൽക്കുന്നത്. പൈറാന്റെ സ്ട്രക്ചറിനോട് സാമ്യതയുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഗ്ലൂക്കോസിനെ റെപ്രസെന്റ് ചെയ്യാം. അതാണ് പൈറാനോ സ്ട്രക്ചർ. ഈ ആനോമേഴ്സും ആൽഫയും ബീറ്റയും, അതാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഫ്രക്ടോസ് നോക്കാം. ഫ്രക്ടോസിനും ഗ്ലൂക്കോസിനും ഒരേ ഫോർമുലയാണ്. C6H12O6 തന്നെയാണ്. സ്ട്രക്ചറിലാണ് വ്യത്യാസമുള്ളത്. ഇതാണ് ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ. ഫ്രക്ടോസിന്റെ പ്രത്യേകത, അതൊരു കീറ്റോ ഹെക്സോസ് ആണ്. ഓർത്തു വെക്കുക, ഗ്ലൂക്കോസ് ആൾഡോ ഹെക്സോസ് ആയിരുന്നു, ഫ്രക്ടോസ് കീറ്റോ ഹെക്സോസ് ആണ്. അതായത് കണ്ടോ, ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാണില്ല, അവിടെ പകരം എന്താണുള്ളത്, കീറ്റോ, C+O ഗ്രൂപ്പ് ആണ് ഉള്ളത്. അതൊരു കീറ്റോ ഹെക്സോസ് ആണ്. അതേപോലെ ഫ്രൂട്ട്സ്, ഹണി, വെജിറ്റബിൾസിലൊക്കെ കാണുന്ന ഷുഗർ ആണ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസിന് നമ്മൾ പൈറാന്റെ സ്ട്രക്ചർ പോലെ എന്ന് പറയുന്നത് പോലെ ഫ്രക്ടോസിൽ ഫ്യൂരാന്റെ സ്ട്രക്ചറുമായിട്ടാണ് സിമിലാരിറ്റി. ഇവിടെയും അതേപോലത്തെ ഒരു സൈക്ലിക് റിംഗ് ഫോർമേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇത്ര ഓർത്ത് വെക്കുക, ഫ്രക്ടോസിന്റെ ഫോർമുല. അതേപോലെ കീറ്റോ ഹെക്സോസ് ആണ്. ഫ്രൂട്ട്സ്, ഹണി, വെജിറ്റബിൾ എന്നിങ്ങനെ കാണുന്നു. ഫ്രക്ടോസ് ഒരു മോണോസാക്കറൈഡ് ആണ് കേട്ടോ. ഈ ഫ്രക്ടോസിനും ആൽഫ ബീറ്റ ഫോം ഉണ്ട്. ഓക്കെ, അപ്പൊ അത് D മൈനസ് ഫ്രക്ടോസ് ആണ്. ഈ മൈനസ് പ്ലസ് DL എന്നൊക്കെ പറയുന്നത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, ഡെസ്ട്രോ ലെയ്വോ റൊട്ടേഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നതാണ് കേട്ടോ.
ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. നമ്മൾ ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞില്ലേ, ഒളിഗോസാക്കറൈഡ്സിൽ വരുന്ന ഡൈസാക്കറൈഡ്, അതായത് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 മോണോസാക്കറൈഡ് വരുന്നതാണ് ഡൈസാക്കറൈഡ്. അതിന് എക്സാമ്പിൾ ആണ് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് എല്ലാം. ഓക്കെ, അപ്പൊ സൂക്രോസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും, മാൾട്ടോസിൽ നിന്ന് കിട്ടുന്നത് 2 മോളിക്യൂൾ ഗ്ലൂക്കോസ്, ലാക്ടോസിൽ നിന്ന് കിട്ടുന്നത് ഗ്ലൂക്കോസും ഗാലക്ടോസ്. ഗാലക്ടോസ് ഒരു മോണോസാക്കറൈഡ് ആണ് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വെക്കാം. ഓക്കെ, അതേപോലെ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് നോൺ ഷുഗേഴ്സ് ആണ്. പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്ന സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ നോൺ ഷുഗേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ കാർബോഹൈഡ്രേറ്റ്സിന് നമുക്ക് റെഡ്യൂസിങ് എന്നും നോൺ റെഡ്യൂസിങ് എന്നും പറയാം. അതായത് ഫെല്ലിംഗ് സൊല്യൂഷനും ടൊള്ളൻ റിയേജന്റും റെഡ്യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റുകളെ നമുക്ക് റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് വിളിക്കാം. അതല്ലാത്തവരെ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. കാർബോഹൈഡ്രേറ്റ്സിന് 2 രീതിയിലും കൂടെ പറയാം. റെഡ്യൂസിങ് ഷുഗറും ഉണ്ട്, നോൺ റെഡ്യൂസിങ് ഷുഗറും ഉണ്ട്. ഓക്കെ, ഇനി മോണോസാക്കറൈഡുകളെല്ലാം റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്, ഓർത്ത് വെക്കാം. മോണോസാക്കറൈഡ്സിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ റെഡ്യൂസിങ് ഷുഗർ ആണെന്ന് ഓർത്ത് വെക്കുക. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് ഇതിൽ റെഡ്യൂസിങ് ഷുഗർ അല്ലാത്തത് ഏതോ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഷുഗർ എടുത്ത് എഴുതാനൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ എക്സാമ്പിൾസും അവർ ഏത് കാറ്റഗറിയിൽ വരുന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ആൾഡോസും കീറ്റോസും നമുക്കറിയാം. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത് തന്നെയാണ് നമ്മൾ ആൾഡോസ് എന്ന് പറയുന്നത്. കീറ്റോ ഗ്രൂപ്പ് ഉള്ളതിനെ നമ്മൾ കീറ്റോസ് എന്ന് വിളിക്കും. ഓക്കെ, ഒന്നിലധികം മോണോസാക്കറൈഡുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അഥവാ പോളിസാക്കറൈഡ്സ് എല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ, ഈ മോണോസാക്കറൈഡ്സിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ആ ബോണ്ടിനെ പറയുന്ന പേരാണ്, പഠിച്ചു വെക്കുക, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പൊ കാർബോഹൈഡ്രേറ്റിൽ കാണുന്ന ലിങ്കേജ് ബോണ്ട് ഏതാന്ന് ചോദിച്ചാൽ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അഥവാ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് അതിനെ വിളിക്കുക. ഒരു എക്സാമ്പിൾ സൂക്രോസിലുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കാണിച്ചിരിക്കുന്നു. അതായത് ഒരു മോണോസാക്കറൈഡും മറ്റൊരു മോണോസാക്കറൈഡും തമ്മിലുള്ള ആ ഒരു ബോണ്ടിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. സൂക്രോസിനകത്ത് നോക്കും, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും തമ്മിലാണ് സൂക്രോസിനകത്ത് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി സൂക്രോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ഇൻവേർട്ട് ഷുഗർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കെയിൻ ഷുഗർ ഇൻവേർട്ട് ഷുഗർ ആണ്. അതേപോലെ സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അതൊക്കെ പഠിച്ചു വെക്കാം. ഇനി സൂക്രോസിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഫ്രക്ടോസും ഗ്ലൂക്കോസും കിട്ടുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. ഇനി ലാക്ടോസ് എന്ന് പറയുന്നത് ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസുമാണ് അതിനകത്ത് മോണോസാക്കറൈഡ്സ് ആയിട്ട് വരുന്നത്. ലാക്ടോസ് ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പൊ ലാക്ടോസ് മാൾട്ടോസ് ഒക്കെ റെഡ്യൂസിങ് ഷുഗറും സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗറുമാണ്. മോണോസാക്കറൈഡുകളൊക്കെ റെഡ്യൂസിങ് ആണ്, ഓർത്തു വെക്കാം. ഇനി മാൾട്ടോസിനകത്ത് കാണുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ഒരു പോളിസാക്കറൈഡ് ആണ്. സ്റ്റാർച്ചിന്റെ മോണോമർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് തന്നെയാണ്. പക്ഷെ അല്ല നമ്മൾ എടുത്ത് പറയാ ആൽഫ ഗ്ലൂക്കോസ് ആണ് കേട്ടോ. അപ്പോ സ്റ്റാർച്ചിനകത്തുള്ളത് ആൽഫ ലിങ്കേജ് ആണ്, ആൽഫ ഗ്ലൂക്കോസ് ആണ്, ഓർത്തു വെക്കാം. സ്റ്റാർച്ചിന് 2 കമ്പോണൻസ് ഉണ്ട്, പഠിച്ചിരിക്കണം. അമിലോസും ഉണ്ട്, അമിലോ പെക്റ്റിനും ഉണ്ട്. സ്റ്റാർച്ചിൽ കാണുന്ന 2 കമ്പോണൻസ് ആണ് അമിലോസും അമിലോ പെക്റ്റിനും. ഓക്കെ, വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള കമ്പോണന്റ് അമിലോസും വാട്ടർ ഇൻസോല്യൂബിൾ ആയിട്ടുള്ളത് അമിലോ പെക്റ്റിനുമാണ്. അതിൽ സ്റ്റാർച്ചിൽ 15 മുതൽ 20% അമിലോസും 80 to 85% അമിലോ പെക്റ്റിനുമാണ്. ഓക്കെ, അമിലോസ് അൺബ്രാഞ്ചഡ് ആണ്, അതേസമയം അമിലോ പെക്റ്റിനിൽ ബ്രാഞ്ചസ് ഉണ്ട്. ഇനി ഇവർ തമ്മിലുള്ള ലിങ്കേജ് വരുന്നത് C14, അതായത് ഒരാളുടെ ഫസ്റ്റ് കാർബണും മറ്റാളുടെ 4th കാർബണും തമ്മിലാണ് ലിങ്കേജ് വരുന്നത്. അതേപോലെ അമിലോ പെക്റ്റിനിൽ ബ്രാഞ്ചസ് വരുന്നത് ഫസ്റ്റും 6th കാർബണും തമ്മിലാണ് കേട്ടോ. അപ്പോൾ ഈ അമിലോ പെക്റ്റിനിൽ ഇതേപോലെ ഫസ്റ്റ് കാർബണും 4th കാർബണും തമ്മിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ട്. ബ്രാഞ്ച് വരുന്നതാണ് ഫസ്റ്റും 6ഉം കേട്ടോ. അപ്പൊ ഈ അമിലോസും അമിലോ പെക്റ്റിനും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. അത് സ്റ്റാർച്ചിലാണ് കാണുന്നതെന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ വരുന്ന പോളിസാക്കറൈഡ് ആണ് സെല്ലുലോസ്. സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ ഗ്ലൈക്കോജനും ഒക്കെ പോളിസാക്കറൈഡിൽ വരുന്നതാണ് കേട്ടോ. സെല്ലുലോസിൽ കാണുന്നത് ബീറ്റ ഡി ഗ്ലൂക്കോസ് അഥവാ ബീറ്റ ലിങ്കേജ് ആണ്, അതൊക്കെ പഠിച്ചിരിക്കാം. അതേപോലെ സെല്ലുലോസിനകത്ത് നമുക്ക് ബ്രാഞ്ചസ് ഇല്ല, സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ഓക്കെ,
പിന്നെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് അനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നു. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അനിമൽ സ്റ്റാർച്ച് എന്ന് അറിയപ്പെടുന്നത് ഗ്ലൈക്കോജൻ. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ് നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റ്സ് പ്ലാന്റ്സിന്റെ അനിമൽസിന്റെയും ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പ്ലാന്റ്സിന്റെ ശരീരത്തിൽ അത് സ്റ്റാർച്ച് ആയിട്ടും അനിമൽസിന്റെ ശരീരത്തിൽ അത് ഗ്ലൈക്കോജനുമായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പഠിച്ചു വെക്കാം. ഇനി ഗ്ലൈക്കോജൻ അമിലോപെക്റ്റിനുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. ഈസ്റ്റിലും ഫംഗസിനകത്തും ഒക്കെ ഗ്ലൈക്കോജൻ കാണുന്നു. അതേപോലെ ലിവർ, മസിൽസ്, ബ്രെയിനിലൊക്കെ ഗ്ലൈക്കോജൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യാനുസൃതം ഇത് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്ത് എടുക്കും. സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗ്ലൈക്കോജൻ ആയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, എൻസൈംസ്, ഹോർമോൺസ്, ന്യൂക്ലിക് ആസിഡ്സ് എല്ലാം ഉണ്ട്. അത് വേറൊരു ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻസിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.